VIT അഥവാ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ അപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. 2025 VITയുടെ അപ്ലിക്കേഷനാണ് വിളിച്ചിരിക്കുന്നത്. അതായത് VITയുടെ വെല്ലൂർ, ചെന്നൈ, ആന്ധ്രാപ്രദേശ്, ഭോപ്പാൽ, മൊറീഷ്യസ് ഇങ്ങനെ 5 ക്യാമ്പസുകളിലേക്കുള്ള അഡ്മിഷനാണ് ഈ എൻട്രൻസ് വഴി നടത്തുക. അതിൽ VITയിൽ ഓഫർ ചെയ്തിരിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ബിടെക് കോഴ്സുകളിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, ബയോ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് കോഴ്സ് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കിയാൽ കുറേ കോഴ്സുകൾ കാണാം. കഴിഞ്ഞിട്ടില്ല, ഞാൻ അടുത്ത സ്ക്രീനിലൂടെ കുറച്ച് കോഴ്സുകൾ കാണിക്കാം. ഞാൻ തൊട്ട് മുമ്പത്തെ സ്ക്രീനിൽ കാണിച്ചതിൻ്റെ ബാക്കിയാണ് ഇത്രയും കോഴ്സുകൾ. അപ്പോൾ ഇത്രയും കോഴ്സുകൾ ഈ VITയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചിലതൊന്നും എല്ലാ കോളേജുകളിലും അല്ലെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അവൈലബിൾ ആയിരിക്കില്ല. ചിലത് ഒരിടത്ത് മാത്രമാണ്, ചില കോഴ്സുകൾ ഈ 4 ഇടത്തും അല്ലെങ്കിൽ 5 ഇടത്തും കാണും. അപ്പോൾ ഇതിന് എവിടെയൊക്കെയാണ് എന്നുള്ളത് പിന്നീട് നമ്മൾ അതിൻ്റെ പ്രോസ്പെക്ടസ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞു. ഇത് ചിലത് 1ഉം 2ഉം സെൻറ്ററിൽ മാത്രമാണ്. ഇവിടെ 1, 2, 3, 4 സെൻറ്ററിലുണ്ട്. ഇവിടെ ആദ്യത്തെ 4 ഇടത്തുമുണ്ട്, അല്ലെങ്കിൽ നാലാമത്തെ ഇടത്ത് മാത്രമുണ്ട്. ഇവിടെ 1ാമത്തെ സ്ഥലത്ത് മാത്രം. അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഓരോ കോഴ്സുകളും എവിടെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് ഞാൻ മുമ്പ് കാണിച്ചതാണ്. അപ്പോൾ വെല്ലൂർ, അതേപോലെ ചെന്നൈ, ഇങ്ങനെ ആ ഓർഡറിലാണ് ഇതും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1ാമത്തേതാണ് വെല്ലൂർ, 2ാമത്തേത് ചെന്നൈ, അങ്ങനെ ആ ഓർഡറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി നോക്കാം. ഇത് ഇന്ത്യൻ ആയിരിക്കുന്ന കുട്ടിക്കും NRI ആയിരിക്കുന്ന കുട്ടിക്കും OCI ഹോൾഡറിനും PI ഹോൾഡറിനും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ആർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ ആവണമെന്ന് നിർബന്ധമില്ല. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. കാൻഡിഡേറ്റ്സ് ഹൂസ് ഡേറ്റ് ഓഫ് ബർത്ത് ഫോൾസ് ഓൺ ഓർ ആഫ്റ്റർ 1 ജൂലൈ 2003, ജൂലൈ 1, 2003 അതിനുശേഷമോ ജനിച്ചവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കാം. ഹയർ സെക്കൻഡറി പാസ്സായിരിക്കണം. ബാക്കി ഡീറ്റെയിൽ ഞാൻ അതിൻ്റെ ബാക്കിയായിട്ട് പറയാം. ഇനി അടുത്ത ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കുക. ഇതിൽ +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി, പ്രീ ഡിഗ്രി പോലുള്ള ഏതെങ്കിലും 10th ശേഷമുള്ള 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. അതിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം അഗ്രിഗേറ്റ് 60%. അതായത് ഫിസിക്സ്, കെമിസ്ട്രി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. മാത്സ് അല്ലെങ്കിൽ ബയോളജി, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിക്കാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പഠിക്കാം. ഇതിന് 60% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ നേരെ തിരിച്ച് 50% മാർക്ക് മതി അഗ്രിഗേറ്റ് ആർക്ക്? SC ST കാൻഡിഡേറ്റുകൾക്ക്. ഇനി ഓരോ സബ്ജക്റ്റ് പഠിച്ചതിനനുസരിച്ച് എലിജിബിലിറ്റി നോക്കുക. സബ്ജക്ട് എലിജിബിലിറ്റി എന്ന് പറയും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പഠിക്കുക, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. മാത്രമല്ല VIT എക്സാമിന് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇത്രയും എഴുതിയ കുട്ടികൾക്കാണ് BTech പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുക. എന്നാൽ നേരെ തിരിച്ച് ഫിസിക്സ്, കെമിസ്ട്രി നിർബന്ധമായിട്ടും പഠിക്കണം. മാത്സോ ബയോളജിയോ അല്ലെങ്കിൽ രണ്ടും പഠിച്ചാലും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചാലും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പഠിച്ചാലും ഒക്കെ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാം. ഏതാ? ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ് ഇത് എഴുതാം. അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു PGB, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ് ഇതിലേതും ഈ സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന മാത്സ് എഴുതാതെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ് എഴുതാം. അല്ലെങ്കിൽ ബയോളജി ഒഴിവാക്കി മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് എഴുതാം. ഇതിൽ ഏത് എഴുതിയാലും നിങ്ങൾക്ക് ഏത് കോഴ്സിനാണ് കിട്ടുക എന്ന് വെച്ചാൽ BTech ബയോടെക്നോളജി വെല്ലൂര്, അതേപോലെ BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബയോ ഇൻഫോർമാറ്റിക് വെല്ലൂര്, അതേപോലെ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അതായത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വെല്ലൂര്, അതേപോലെ ബയോ എഞ്ചിനീയറിംഗ് ഭോപ്പാല്, അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത് ഭോപ്പാല്, BTech ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി VIT വെല്ലൂര്. അതായത് ബയോളജി പഠിച്ച കുട്ടികൾക്ക് ഈ പറഞ്ഞ 6 കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. മാത്സ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി എല്ലാ BTech കോഴ്സും മാത്സ് നിർബന്ധമായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി നിർബന്ധം. മാത്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കി BTech കോഴ്സും, മാത്സ് പഠിച്ചില്ലെങ്കിൽ പോലും ഈ 6 BTech കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോമിന്റെ ഡീറ്റെയിൽ നോക്കാം. BTech അഡ്മിഷൻ ആപ്ലിക്കേഷൻ ഫോം ഈസ് അവൈലബിൾ ഓൺലി അറ്റ് ഈ സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. VIT.VIT.ac. എന്നുള്ള സൈറ്റിലാണ്. ഇത് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് 1350 രൂപയാണ്. ഇത് റീഫണ്ടബിൾ ആണ്, രജിസ്ട്രേഷൻ ഫീ ആണ്. അപ്പോൾ അതിന്റെ സ്റ്റെപ്പുകൾ നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഒരു വാലിഡ് ഇമെയിൽ ID ഉണ്ടാവണം, ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവണം, അതിലേക്ക് നിങ്ങൾക്ക് OTP ഒക്കെ വരും. അങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുക, പിന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിന്റെ സൈസ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഫയൽ സൈസ് 20 to 300 KB നിൽക്കണം. അതേപോലെ JPEG ഫോർമാറ്റിലായിരിക്കണം. സിഗ്നേച്ചറും അതുപോലെ 20 to 300 KB നിൽക്കണം. അതേപോലെ അതൊരു A4 ഷീറ്റിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതും JPEG ഫോർമാറ്റിലായിരിക്കണം.
ഇനി ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ നോക്കുക. ഈ VIT എക്സാമിന്റെ പ്രത്യേകത, ഈ എക്സാം നടക്കുക ഏപ്രിൽ 21 തുടങ്ങി 27 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിലായിരിക്കും. ടെൻഡേറ്റീവ്ലി ആണ്, ആ ഡേറ്റ് ചിലപ്പോൾ മാറാം. മോസ്റ്റ് പ്രോബബ്ലി അതിനിടയിലുള്ള ഡേറ്റിലായിരിക്കും നിങ്ങൾക്ക് എക്സാം വരിക. എക്സാമിന്റെ പ്രത്യേകത 2 മണിക്കൂർ 30 മിനിറ്റ്, 2.5 മണിക്കൂറിന്റെ എക്സാം ആയിരിക്കും. അതിൽ കറക്റ്റ് കിട്ടുന്ന മാർക്ക് 4 മാർക്കാണ്. നെഗറ്റീവിന് മാർക്ക്, അതായത് റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, 0 ആണ്. അങ്ങനെ ആകെ 125 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ആ 125 ക്വസ്റ്റ്യൻ മാത്സ് അല്ലെങ്കിൽ ബയോളജി ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിൽ നിന്ന് 40 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഫിസിക്സിന്റെ 35 ക്വസ്റ്റ്യൻ ഉണ്ടാവും, കെമിസ്ട്രിയുടെ 35 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇംഗ്ലീഷിന്റെ 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഇംഗ്ലീഷിലായിരിക്കും എന്ന് മാത്രം. വേറെ സബ്ജക്ട് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജുകളിൽ ഉണ്ടാവില്ല, എല്ലാം ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. പാറ്റേൺ നോക്കുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞു മാത്സ് അല്ലെങ്കിൽ ബയോളജി അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ്. ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു. ഓരോ ക്വസ്റ്റ്യൻ 4 ചോയ്സ് ആണ്. അതിൽ ഒരു കറക്റ്റ് ആൻസർ ഉണ്ടാവും. നോ നെഗറ്റീവ് മാർക്കിംഗ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും. ലാംഗ്വേജ് വേറെ ലോക്കൽ ലാംഗ്വേജുകളിൽ കിട്ടില്ല, ഇംഗ്ലീഷ് മാത്രമായിരിക്കും. ഇതിനൊരു സിലബസ് ഉണ്ട്. സിലബസ് നിങ്ങൾ നോക്കിയാൽ ഈ പ്രോസ്പെക്ടസിന്റെ എൻഡിൽ സിലബസ് ഉണ്ട്. പ്രത്യേകിച്ച് ഡിലീറ്റ് ചെയ്ത ടോപ്പിക് അല്ല കേട്ടോ. സിലബസ് കുറച്ചുകൂടി എക്സ്ട്രാ ഉണ്ട്. പഴയ സിലബസിനനുസരിച്ചാണ് പഠിക്കേണ്ടത്. ഇനി എക്സാം സെന്ററുകൾ കേരളത്തിൽ 4 സെന്ററാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂരായിട്ടാണ് സെന്റർ പറഞ്ഞിരിക്കുന്നത്. ഈ അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ഒരു ഔട്ട്ലൈൻ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് VITയുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, അപ്ലൈ ചെയ്യുക. സൈറ്റിന്റെ അഡ്രസ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, മുമ്പ് ഞാൻ പറഞ്ഞു. ആ സൈറ്റിൽ പോയി നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കുക പിന്നീടുള്ള ആവശ്യങ്ങൾക്ക്. ആപ്ലിക്കേഷന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് കാൻഡിഡേറ്റ് പോർട്ടലിൽ റെഗുലർലി ചെക്ക് ചെയ്യുക. എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്യുക. എക്സാമിന്റെ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മെസ്സേജ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം. അതായത് പറഞ്ഞ ഡേറ്റിൽ അല്ലെങ്കിൽ ഡേറ്റും സ്ലോട്ടും ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ആദ്യം ഫില്ല് ചെയ്യുന്നതിനനുസരിച്ചാണ് സ്ലോട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ അവർ അലോട്ട് ചെയ്യുന്നിടത്ത് നമ്മൾ എക്സാം എഴുതേണ്ടി വരും. അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടും. എക്സാമിന് അപ്പിയർ ചെയ്യുക, റിസൾട്ട് വരും. റിസൾട്ട് വന്നതിന് ശേഷം കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് അവിടെ കൊടുക്കാം. നിങ്ങളുടെ അഡ്മിഷൻ ലെറ്റർ കിട്ടും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇതാണ് പ്രൊസീജിയർ. ഇനി ഇതിൻ്റെ ഒരു ഫീസ് ഷെഡ്യൂൾ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. VITയുടെ ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B കോഴ്സ് എന്ന് പറയും. ഈ ഗ്രൂപ്പ് A കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ബയോ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഫാഷൻ ടെക്നോളജി, ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി. ഇതാണ് ഗ്രൂപ്പ് A കോഴ്സുകൾ. ഇതിന്റെ ഫീ ആണ്, ട്യൂഷൻ ഫീ 1,73,000 രൂപയാണ്. കോഷൻ ഫീ 3,000 രൂപ. അങ്ങനെ 1,76,000 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. ഗ്രൂപ്പ് ബിയിൽ നേരെ തിരിച്ച് 1,95,000 രൂപ, 3,000 രൂപ കോഷൻ ഫീയും കൂടെ ചേർത്ത് 1,98,000 രൂപയാണ് അടയ്ക്കേണ്ടത്. ഈ ഗ്രൂപ്പ് A കോഴ്സുകൾ ഇതാണ്. ഗ്രൂപ്പ് ബി ബാക്കിയെല്ലാം ഇതിൽ പറയാത്ത എല്ലാം ഗ്രൂപ്പ് B പ്രോഗ്രാമുകളാണ്. മുമ്പ് നമ്മൾ ലിസ്റ്റിൽ പറഞ്ഞ കോഴ്സുകളിൽ ബാക്കിയെല്ലാം ഈ പറഞ്ഞ കോഴ്സുകൾ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കിയെല്ലാം ഗ്രൂപ്പ് B കോഴ്സുകളാണ്. ഇനി ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കുക. ലാസ്റ്റ് ഡേറ്റ്, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒരു ലോങ് ഡേ ആണ്. മാർച്ച് 31, 2025 മാർച്ച് 31 വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാം. ഇപ്പോഴും അത് അവൈലബിൾ ആണ്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എക്സാം ഏപ്രിൽ 21 തുടങ്ങി 27 വരെ. അത് ചിലപ്പോൾ പിന്നീട് ചേഞ്ച് ഉണ്ടാവാം, അത് കൺഫർമേഷൻ വരും നമുക്ക്. പിന്നെ റിസൾട്ട് ഡിക്ലറേഷൻ ഏപ്രിൽ 30 ആയിരിക്കും. കൗൺസിലിംഗ് മെയ് മാസം 2025 മെയ്യിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, അതായത് സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത ഫീസ് എത്രയാണ്, എവിടെയൊക്കെയാണ് സെന്റർ ഉള്ളത്, എവിടെയൊക്കെയാണ് എക്സാം സെന്റർ ഉണ്ടാവുക, എങ്ങനെയാണ് എക്സാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി എക്സാം അടുത്ത് വരുമ്പോൾ അതിന്റെ ബാക്കി അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് അതിന്റെ ഡീറ്റെയിൽ തരാം. കോഴ്സ് അലോട്ട്മെന്റിന്റെ സമയമാകുമ്പോൾ അതിന്റെ ഡീറ്റെയിലും ഗ്രൂപ്പിലിടാം. ഇപ്പം നിലവിൽ ഈ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ VITയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അതെടുത്താൽ നിങ്ങൾക്ക് ആ കോഴ്സ് ഡീറ്റെയിലുകളൊക്കെ കാണാം. ഞാൻ അതിൽ മെയിൻ പോയിന്റ് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. ബാക്കി എന്ത് അപ്ഡേറ്റ് വന്നാലും ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിന്റെ താഴെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.